പ്രത്യേകിച്ച് നായർ തറവാടുകളിലെ ഒറ്റപ്പെടുന്ന പുരുഷന്മാർ ഇങ്ങനെ ജീവിക്കാൻ ശേഷിയില്ലാതെ ഞാൻ പോവുക എന്ന് പറഞ്ഞ് നാട് വിട്ടിങ്ങനെ പോകുന്ന നായന്മാരെ നമുക്ക് അറിഞ്ഞില്ല. നമുക്ക് നായന്മാരെന്നോ നമ്പൂതിരിമാരെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ ഓക്കെ അവരൊക്കെയാണ് മനുഷ്യർ. നമ്മളിത് അവരുടെ കഥകൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്കല്ലാതെ അവരുടെ ജാതിയോ മതമോ നമ്മുടെ വിഷയമല്ല. എനിക്ക് തോന്നുന്നു ജോസഫ് മാഷിൻ്റെ കവിതകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും ആളുകൾ ഈ പെങ്ങളുടെ ബൈബിൾ എന്നൊരു കവിതയാണ്. അപ്പോൾ അതിനകത്ത് ലോകം തന്നെ വലിയ സംഭവമായിട്ട് പറയുന്ന ബൈബിള് ഒരു വീട്ടിൽ അതൊരു ചെറിയൊരു സംഭവമായിട്ട് അത് പറയുന്നുണ്ടല്ലോ. അതൊരു പക്ഷേ ബൈബിളിനകത്ത് ജീവിക്കുന്ന ഒരു സംഭവമാണല്ലോ. പക്ഷെ അവരവിടെ ഇല്ല. ഓക്കെ ഓക്കെ അവരവിടെ ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ച് അതിൻ്റെ അകത്തൂടെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരവിടെ ഇല്ല. അവരുണ്ട് ഇല്ല ഉണ്ട് ഉണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് നിങ്ങളിപ്പം കോളേജിൽ പഠിച്ചു, നല്ല അറിവുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ കാര്യമില്ലല്ലോ. നിങ്ങളായിരിക്കും ഒരു ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിച്ച ആൾ, നല്ല അറിവുള്ള ആൾ, നല്ലപോലെ പ്രസംഗിക്കും, എല്ലാ കഴിവുമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരിക്കാം. പക്ഷേ അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. ആൾ കുറേ കാണാതെ പഠിച്ചാൽ എഴുതി കെട്ടി. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കില്ല. ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കവിതയിലേക്ക് ധ്വനിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വഴക്കുമൂലം ശരണക്കേട് തോന്നി നോക്കിക്കോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒറ്റ നട വെച്ച് കൊടുക്കുമെന്ന് തലേന്ന് രാത്രി അമ്മ ചട്ടയും മുണ്ടും എടുത്ത് വീടിറങ്ങി, എന്നാൽ ചായത്തേക്കിന് താഴെയുള്ള കുത്തുകല്ലിൽ അവർ ഇരുന്ന് പോകും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലോകമുണ്ടല്ലോ. അതിപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണ്, ഒരു ക്വസ്റ്റ്യനാണ്. പൊക്കടമില്ല അല്ലേ സ്ത്രീകളുടെ ജീവിതത്തിൽ ഏത് സ്ത്രീയാണെങ്കിലും അവർക്കൊരു തിരിച്ചു പോകാൻ സ്ഥലമില്ല. ഇപ്പം ഇവിടെ കാശുകാരൻ്റെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും ഭർത്താവ് ഇറക്കി വിട്ടാൽ പിന്നെ അവർക്ക് പോകാൻ സ്ഥലമില്ല. കവി എസ് ജോസഫ് എറണാകുളം മഹാരാജ് കോളേജിലെ മലയാളം അധ്യാപകൻ, അവിടുത്തെ തലവനായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ എറണാകുളത്തുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തെ കവിതയിലും സാഹിത്യത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെട്ടത് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. ഒരു ഉത്തരാധുനികയുടെ കാലത്താണല്ലോ നിങ്ങളെല്ലാം കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് ആധുനികതയുടെ അവസാനം, അതിൻ്റെ അതോട് ചേർന്ന് നിന്ന ആദ്യകാല കവിതകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് കവിതയിലൊരു വ്യതിയാനം, ഭാഷയിലും അതിൻ്റെ ഒരു കവിതയുടെ രൂപത്തിലും എങ്ങനെയാണ് ഉത്തരാധുനികമായ വ്യതിയാനം ഉണ്ടാകുന്നത്? ഞാൻ 15 വയസ്സ് കഴിയുമ്പോഴാണ് ഞാൻ കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ കഥകളൊക്കെയാണ് കുഞ്ഞു കഥകളൊക്കെ ഇട്ടുണ്ട്. കാരണം എനിക്ക് കവിതയിലേക്ക് വരാനൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം അന്ന് കവിതകളെല്ലാം നൃത്തത്തിലാണ് എഴുതുന്നത്. നൃത്തം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് പഠിക്കാതെ പറ്റില്ലല്ലോ. ഞാനത് വിട്ടിട്ട് പിന്നെ കഥയിലൊക്കെയാണ് ചെറുതായിട്ട്. പക്ഷെ പിന്നെ മുന്നോട്ടൊന്നും പോയില്ല. പിന്നെ ഞാൻ ഡിഗ്രി കാലത്ത് നൃത്തമൊക്കെ പഠിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് പഠിക്കുക. കാരണം ഞാൻ അക്കൗണ്ടൻസി ആയിരുന്നു എൻ്റെ വിഷയം. വിഷയമായിട്ട് അത് ബന്ധമില്ലാത്ത ഒരു സംഭവമായിട്ട് പക്ഷെ വീട്ടിൽ നിന്നിങ്ങനെ മലയാള കവിതകളും നൃത്തവും അലങ്കാരവും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചായിരുന്നു. മലയാളം പഠിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പം അങ്ങനെ ചില വൃത്തത്തിലെ കവിത ഞാൻ പഠിച്ചു. മഞ്ചരി വൃത്തം, കാകി, അങ്ങനെയുള്ള കുറേ വൃത്തങ്ങളിലൊക്കെ എഴുതാൻ പഠിച്ചിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ മലയാളം പഠിച്ചു. മറ്റേ അക്കൗണ്ടൻസിയുടെ മേഖല വിട്ടു. മറ്റേ കണക്കൊന്നും അത്ര ശരിയാവില്ല എനിക്ക് തോന്നുന്നു. എനിക്ക് എൻ്റെ പരിമിതി മനസ്സിലായി. മലയാളത്തിൽ നല്ല മാർക്കുണ്ടായിരുന്നു ഡിഗ്രിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ എനിക്ക് ഫസ്റ്റ് റാങ്കിൽ തന്നെയാണ് കിട്ടുന്നത് കോളേജിൽ. അങ്ങനെ BA മലയാളം പഠിച്ചു. ആ സമയത്താണ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടുന്നുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിലൊരു കോളനിയിൽ ഒരു കവിതയൊക്കെ എഴുതുന്ന ഒരാളെന്നെ വെച്ചു. പുള്ളിയുടെ പേര് തങ്കച്ചൻ എന്നാണ് സാധാരണ വിളിക്കുന്നത്. പക്ഷെ പുള്ളി ശരിക്കുള്ള പേര് പരമേശ്വരൻ എന്നാണ്. ഈ കാർപ്പൻ്റർ ബോധ്യപ്പെട്ട ഒരാളാണ്. പുള്ളിയുടെ വീട് ഇവിടെയൊന്നുമല്ല. പുള്ളി അങ്ങ് പാലയ്ക്ക് അപ്പുറത്തെ ഏതോ സ്ഥലത്തുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്നൊരു കല്യാണം കഴിച്ച് പുള്ളി ജീവിക്കുകയാണ്. പുള്ളി ചെറുകിട വീടുകളൊക്കെ ജീവിക്കുന്നു. പുള്ളിക്ക് 2 പ്രത്യേകത ഉണ്ട്. ഒന്ന്, പുള്ളി നല്ല അക്ഷരങ്ങളാണ് പുള്ളി കൈവശം. പിന്നെ പുള്ളി ഭാഷ നല്ല നിശ്ചയമാണ്, അക്ഷരത്തൊന്നുമില്ല. വൃത്തമൊക്കെ അറിയാം. പുള്ളി എങ്ങനെ പഠിച്ചതാണ് ചെറുപ്പത്തില്. എങ്ങനെയോ ഈ
പൊതുവെ ഈ കാർപ്പൻറ്റർമാർക്ക് ആ മേഖലയിലുള്ളവർക്ക് സംസ്കൃതവും ഭാഷയൊക്കെ അറിയാറുണ്ട്. അങ്ങനെയുള്ള ഒരു സബാൾട്ടൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അതൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയായിരിക്കും പുള്ളി പഠിച്ചത്. പുള്ളിക്ക് അറിയാം, കവിത എഴുതാൻ അറിയാം മനോഹരമായിട്ട്. ഒരു പ്രത്യേക മനോഹാരിതയുണ്ട് പുള്ളിയുടെ കവിതയ്ക്ക്, ഒരു ഐഡന്റിറ്റിയുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ചില കവിതകളൊക്കെ തിരുത്താൻ കൊടുത്ത് അങ്ങനെ പുള്ളി ചില കവിതകളൊക്കെ തിരുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പം BA കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പഠിക്കാൻ പോയി. കാരണം എനിക്ക് ഇവിടെ നിന്നിട്ട് വലിയ കാര്യം മനസ്സിലാക്കാം. ഞങ്ങളുടെ നാളൊക്കെ കോട്ടയം പോലുള്ള ഏരിയകളൊന്നും സാഹിത്യത്തിന് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളല്ല. സാഹിത്യം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ അച്ചടിക്കുന്നുണ്ട്. പക്ഷെ പത്രങ്ങളുണ്ട്, മനോരമയുണ്ട്, അതുപോലെ പല പത്രങ്ങളുണ്ട്. ജീവിയുടെ ആസ്ഥാനമാണ്, അക്ഷരങ്ങളുടെ ഒരു ആസ്ഥാനമാണ്. അക്ഷര നഗരി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. DC ബുക്സ് ഉണ്ടാകും. പക്ഷെ നമുക്ക് അവിടെ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. ഒരു നോവലിന്റെ സ്ഥലമാണ്, നോവലിന്റെ ഒക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ ഒരു സാഹിത്യം എഴുതുന്നതിന്റെ ഒരു സംഭവം കാര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. കാര്യയുടെ കുന്നുവർക്കിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പോലും ഒരു അന്ന് പിന്നെ പൈങ്കിളി നോവലുകൾക്കൊക്കെ ശിവകുമാറൊക്കെ അപ്പൊ അവരെ കണ്ടിട്ടുണ്ട്. ആ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അന്നീ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മനോരമ വീക്കിലിയും മംഗളം വീക്കിലിയൊക്കെയാണ്. രാമാങ്കം, സഖിവാരിക. അപ്പൊ അത് എല്ലാവരും വായിക്കാം, നാട്ടിലെല്ലാവരും വായിക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മളും വായിക്കും. പക്ഷെ ഞാനതിൽ നോവലുകളൊന്നും അങ്ങനെ വായിക്കാറില്ല. ലൈബ്രറിയിലാണെങ്കിൽ ഞാൻ ലിറ്ററേച്ചറൊന്നും വായിക്കാറില്ല. കവിതകളൊക്കെ വായിക്കുമായിരുന്നു. അപ്പം ലൈബ്രറിയിൽ ഞാൻ ഇങ്ങനെ കവിതകളൊക്കെ എടുത്ത് വായിച്ചിരുന്നു. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളി ഒരു ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. പുള്ളി കോട്ടയത്ത് വോളിബോൾ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്ന പുസ്തകങ്ങൾ കിട്ടും. ചങ്ങമ്പുഴയുടെ കവിതാ സമാഹാരങ്ങൾ 2 വോളിയം, ഉള്ളൂരിന്റെ വോളിയം. പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ ജി ചക്രവർത്തിന്റെ കവിതകളെല്ലാം വായിച്ചു. ഇതില്ലേ സാഹിത്യ കൗതുകം, അത് 4 വോളിയം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായിരുന്നില്ല, എന്നാലും വായിച്ചു. പിന്നെ അക്കാലത്ത് കൈ കിട്ടുന്ന കവിതകളെല്ലാം വായിക്കും, നോവലുകളും വായിക്കും. നോവൽ എന്ന് പറയുന്നത് ഞാൻ സ്റ്റാൻഡേർഡ് അങ്ങനെ കുറഞ്ഞെന്ന് പറയുന്ന നോവലൊന്നും വായിക്കാറില്ല. ഡിറ്റക്റ്റീവ് നോവൽ അങ്ങനെ വായിക്കാറില്ല. എന്റെ താല്പര്യങ്ങള് ജീവിത ഗന്ധിയായിട്ടുള്ള തകഴിയുടെ കഥകൾ വായിക്കുക, നോവൽ വായിക്കാറുണ്ട്. ഇന്ത്യവാസൻ നായർ തകഴി, ഓയ്യനിലേക്ക് വന്നിട്ടില്ല. ഓയ്യനൊക്കെ ഞാൻ അറിയുന്നത് കോളേജിൽ പിന്നെ ഞാൻ BA പഠിക്കുമ്പോഴാണ്. എന്നോടൊരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ പറയുന്നത് ആധുനിക സാഹിത്യം എന്നൊരു സംഭവമുണ്ട്. ഈ ബൗദ്ധന്റെ ഒക്കെ മയിലിപ്പുഴയുടെ ജീവനുകളിൽ ഭയങ്കര വർക്കാണ്, ഞെട്ടിച്ചുകളഞ്ഞു. അപ്പം പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം, ഇതിനകത്തെല്ലാം ഒരു അന്തമില്ലാത്ത മനുഷ്യരാണല്ലോ. അവർക്ക് ഇങ്ങനെ പറന്ന് നടക്കുമ്പോഴുള്ള മനുഷ്യരാണ്. ഇന്ന് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു, നാളെ ഇവിടെ ആളെ കാണില്ല എന്ന് പറയുന്ന, ഇത് എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. ഇതൊക്കെ നമുക്ക് അന്നൊരു കൗതുകമാണല്ലോ. ഈ ആധുനികത എന്ന് പറയുന്ന സാധനം, മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുന്ന സാധനം, അതിപ്പോ കാക്കനാടന്റെ അതുപോലെ വിജയന്റെ ഈ പറയുന്ന മുഹൂർത്തന്റെ ഒക്കെ നോവലിലും ഒക്കെ വരുന്നു. അപ്പൊ അത് ഈ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതവും ഈ ആധുനിക ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ? ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന്റെ ഒരു ആശയതലത്തിൽ ബന്ധമില്ല. പക്ഷെ ഇതിന്റെ ഒരു ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭൗതിക ലോകം കേരളം തന്നെയാണ്. അങ്ങനെ അവിടുത്തെ പേരൊക്കെ ആയിരിക്കും, രവിന്നൊക്കെ കൊടുത്ത പേര്. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്നത് ചിലപ്പം ചില ആശയങ്ങളിൽ അസ്തിത്വവാദം അങ്ങനെയുള്ള പാശ്ചാത്യ ആശയങ്ങളായിരിക്കും. പക്ഷെ ഈ നോവലുകളുടെ ഒരു പ്രത്യേകത, ഈ മനുഷ്യര് ഈ നോവലിലെ കഥാപാത്രങ്ങൾ പഴയ നോവലിലെ പോലെ റിയാലിറ്റി ഉള്ള മനുഷ്യരല്ല. ഇവരെവിടുന്നോ പ്രത്യക്ഷപ്പെടുന്നു, എവിടുന്നോ മാഞ്ഞു പോകുന്നു. അല്ല ഇവരാരാണ് ഇവർ ചോദിക്കുന്നു. ഈ പ്രശ്നം പൊതു സമൂഹത്തിലെ വ്യക്തികളുടെ പ്രശ്നമായിരുന്നു. ഇല്ല, നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്നുള്ള പ്രശ്നമാണ്. നമുക്കിത് കേൾക്കും ഭയങ്കര രസമല്ല. എന്താ മനുഷ്യന്റെ ജീവിതത്തിൽ മാജിക് ആയിട്ട് കാണുന്നു. ഈ മാജിക് വലിയ ഇഷ്ടമാണ്. മാജിക്കിലുള്ളത് പോലെ വരുന്നു പോകുന്നു, അതിനൊരു യുക്തിയൊന്നുമില്ല. ഇപ്പൊ ഖസാക്കിലെ രവി ഒരു ദിവസം ഏതോ എവിടുന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ സാധാരണ നോവൽ എഴുതുമ്പോൾ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, തകഴിയുടെ നോവലാണ് ഇന്നൊരു സ്ഥലം, അവിടെ ജീവിക്കുന്ന നല്ല വേരുറപ്പുള്ള മനുഷ്യര്. ഇതങ്ങനെ നല്ലല്ലോ. ഇത് എവിടുന്നോ വരുന്ന മനുഷ്യൻ എവിടുന്നോ എന്നിട്ട് അതാ മരിച്ചു പോകുന്നു, ഒരു ബന്ധമില്ലാതെ മരിച്ചു പോകുന്നു. പാമ്പ് കടിച്ച് മരിച്ചു പോകുന്നു. പാമ്പ് കടിച്ചാൽ മനുഷ്യരൊക്കെ പോകും, പക്ഷെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പിന്നെ അജ്ഞാത താരവര അങ്ങനെയുള്ള നോവലുകളൊക്കെ, കാക്കനാളന്റെ നോവല്, വേശ്യാലയത്തിൽ പോയിട്ട് വേശ്യയുടെ പാവാട എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത, ഈ മനുഷ്യർക്ക് ഒരുതരം തിന്മ നിറഞ്ഞ ലോകത്തോടും അതുപോലെ അത്ഭുതകരമായ ലോകത്തോടും ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് നമുക്കുണ്ടല്ലോ.
മനുഷ്യന് നന്മയേക്കാളും കൂടുതൽ താല്പര്യം തിന്മയോടാണ്. ഓക്കെ ഓക്കെ. പക്ഷേ ആ കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത MT വാസുദേവൻ നായരുടെ കൃതികളാണ്. കാലവും നാലോട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അല്ല 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 പൊതുവെ ആൾക്കൂട്ടം വായിച്ചിട്ടുണ്ടാവുന്ന. പക്ഷേ അതിനകത്ത് പറയുന്നൊരു ലോകമുണ്ടല്ലോ, അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് നായർ തറവാടുകളിലെ ഒറ്റപ്പെടുന്ന പുരുഷന്മാർ ഇങ്ങനെ ജീവിക്കാൻ ശേഷിയില്ലാതെ ഞാൻ പോവുക എന്ന് പറഞ്ഞ് നാട് വിട്ടിങ്ങനെ പോകുന്ന നായന്മാരെന്ന് നമുക്ക് അറിഞ്ഞില്ല. നമുക്ക് നായന്മാരെന്നോ നമ്പൂതിരിമാരെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ ഓക്കെ. അവരൊക്കെയാണ് മനുഷ്യർ. നമ്മളിത് അവരുടെ കഥകൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്കല്ലാതെ അവരുടെ ജാതിയോ മതമോ നമ്മുടെ വിഷയമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവരുടെ കഥകളെ ഉള്ളൂ, ലഭ്യമായത് അതല്ലേ ഉള്ളൂ, നമ്മളത് വായിക്കുന്നു. ഓക്കെ. പിന്നെയാണ് ഇതിനകത്തെ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അല്ല ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് അവർക്കുള്ള തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ. അല്ലാതെ തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ, കൃഷി ചെയ്യുന്നുണ്ട്. അല്ല, അവരുടെ തൊഴിലില്ലായ്മ എന്നുകൊണ്ട് അവർ കൂലിപ്പണി ചെയ്യല്ലോ. അപ്പോൾ അതാണ് അവരുടെ തൊഴിലില്ലായ്മ. കൂലിപ്പണിയാണ് എല്ലാവർക്കും തൊഴിലുണ്ട്, എന്തെങ്കിലും തൊഴിലില്ലാതെ ആരുമില്ലല്ലോ. ഇപ്പോൾ ഒരു തൂമ്പാടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നോക്കി ഇളക്കിയോ ചെയ്യാം. പക്ഷെ ഇവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായ തൊഴിൽ കണ്ടെത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊഴിലില്ലായ്മ വരും. അതെന്നും എന്നും അങ്ങനെയാണ്. PJ ആന്റണി അഭിനയിച്ച സിനിമയിൽ എന്താ പള്ളി കാൽച്ചിലമ്പും ആ നോവലാണല്ലോ, മറ്റേത് മനസ്സിലായില്ല. അതിനകത്ത് ഒരു കഥ സുകുമാരൻ അഭിനയിക്കുന്ന പടം. അത് അയാളിങ്ങനെ ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ അമ്പലത്തിലെ വെളിച്ചപ്പാടാണ്. PJ ആന്റണി വെളിച്ചപ്പാടാണ്. അമ്മ വേശ്യാവൃത്തിയിലേക്ക് പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു അതിനകത്ത് തീരുന്നു. അവസാനം ഇയാൾ അവിടെ വിട്ടങ്ങ് പോവുകയാണ്. ഈ ഒരു പ്രശ്നം ഈ പറയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ബഹുജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ലോകം ഇല്ലല്ലോ വാസു. അതിനകത്ത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പം കോളേജിൽ അധ്യാപനമാവുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തൊഴിലില്ലായ്മ വരും. ഈ തൊഴിലില്ലായ്മ നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രത്യേക തൊഴിലിനെ ബേസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് ആൾക്കാർ പറയും. ഉണ്ട്, തൊഴിലില്ലായ്മ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഏത് തൊഴിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിലില്ലായ്മയുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിലില്ലല്ലോ. തൊഴിലുള്ളതുകൊണ്ടാണല്ലോ ബംഗാളിലൂടെ വരുന്നത്. അല്ല, നമ്മളൊരു തൂമ്പ എടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ തൊഴിലല്ലേ ഉള്ളൂ. അതെ അതെ അതെ. തൊഴിലെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം തൊഴിലാ. അല്ലേ? ഇവിടെ എന്താ കേരളം മുഴുവൻ ഇങ്ങനെ ഓടയൊക്കെ വൃത്തികേടാക്കണം, ഒന്നും വേണേൽ നന്നാക്കാമല്ലോ, ഒന്നും തൊഴിലാണല്ലോ. അതൊക്കെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സങ്കല്പമാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ ആധുനികതയുടെ സങ്കടങ്ങൾ. ഇപ്പോൾ ONV കുറുപ്പിൻ്റെ ഒരു കവിത കൊച്ചു ദുഃഖം എന്ന് പറയുന്ന കവിത, ചോറ്റും പാത്രത്തിൽ നിന്നും കപ്പ താഴെ പോയി. അത് വലിയ ദുഃഖമായിട്ട് ONV കുറുപ്പ് എഴുതുകയാണ്. ഇത് ഈ കപ്പ താഴെ പോയി അല്ലെങ്കിൽ കപ്പ പാത്രത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് സത്യത്തിലൊരു ഉള്ളായ്മയല്ല, അല്ലെങ്കിൽ ഇല്ലായ്മയല്ലല്ലോ. പക്ഷെ അത് അവരുടെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു സമൂഹത്തിന് മാത്രമല്ല. ഇന്നത്തെ കാലത്താണ് കപ്പ താഴെ പോകുന്നതിൽ കപ്പ എടുത്തിട്ട് ഓടിക്കളെ ആൾക്കാർ. കാരണം കപ്പ കിട്ടാനില്ല. അല്ലെ, കപ്പ ഇന്നൊരു ഡെലീഷ്യസ് ഫുഡാണ്. ഓക്കെ ഓക്കെ. അല്ലേ? ഈ നമ്മൾ ഒരു കാലത്ത് വളരെ ദുഃഖമായി വായിക്കുന്നത് വേറൊരു കാലത്ത് നമുക്ക് ചിരി ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു പൂച്ചൻ്റെ കപ്പ താഴെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം. ഇവിടെ കിട്ടി കപ്പയെന്ന് ഞാനതേ ഞാനൊരാണ് ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ക്ലാസ് റൂമിൽ ഒരു കുട്ടി അത് ഏറ്റവും സമ്പന്നമായ ഒരു കുട്ടി പാത്രം തുറന്നിട്ട് കപ്പ പാത്രത്തിൽ എന്താ കുഴപ്പം സാരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കവിത തന്നെ റെഡായി പോകും. അല്ല, അത് കാശുള്ളവർ എന്ത് ചെയ്താലും നല്ലതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ കാശുള്ളവർ മേഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ എല്ലാവരും മേഞ്ഞിട്ട് തിന്നും. അതാണല്ലോ വലിയ ഹോട്ടലുകളിൽ എത്തനിക്ക് ഫുഡ്. നമ്മളിപ്പോൾ കോഴിയൊക്കെ ചുട്ട് തിന്നുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതല്ലേ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ രീതിയിലേക്ക് വരുമ്പോഴേ. അല്ല, ഞാൻ ചോദിച്ചു വരുന്നത് ഈ ആധുനികതയുടെ ആ ഒരു ഈ പറയണ എന്താണ് അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത്. ഈ അസ്തിത്വ ദുഃഖം എല്ലാം തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ. പക്ഷെ തൊഴിലില്ലായ്മ ആർക്കാണെന്ന്, അടിസ്ഥാന സമൂഹങ്ങൾക്ക് തൊഴിലില്ലായ്മ ഇല്ലെന്നേ. അവർ തെങ്ങ് കയറാനോ കൂലിപ്പണിക്കോ ഒക്കെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് കേമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു പണി ചെയ്യല. അവർക്ക് ജാതിയുടെ ഒരു മേൽക്കോയ്മ കാരണം തൊഴിലെടുക്കാൻ ചമ്മലാണ്. അല്ല, ഇവിടുന്ന് പോകണം. അതല്ലേ പിന്നീടുണ്ടായത്. പിന്നീടുണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ ഗൾഫുണ്ടായി. അപ്പൊ അവിടെ ഒട്ടകത്തെ നോക്കാനൊക്കെ പോവല്ലേ ആൾക്കാർ. അവിടെ പോയി നോക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ചെയ്യാനാണ് പ്രശ്നം. ഇവിടെ ചെയ്യുന്നത് ജാതിയിൽ താണ സമൂഹങ്ങളാണ്. അതെ അതെ അതെ. ഇന്നിപ്പം നമ്മൾ വിദേശത്തേക്ക് പോകുന്നു, ആ സ്ഥലം നമ്മൾ പോകുന്നിടത്ത് ഒഴിയുമല്ലോ. അപ്പം നിങ്ങളിരുന്ന ബെഞ്ച് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പം, നിങ്ങളിരുന്ന കസേര നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടായി, അവിടെ വേറെ ആളൊന്നിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പം ബംഗാളികളോ അല്ലെങ്കിൽ ആസാംകാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അല്ല, ഈ ആധുനികതയുടെ പ്രശ്നം വെച്ചാൽ ആധുനികയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കഴിവ് ഇടശ്ശേരി അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വൈലോപ്പള്ളി, ഇവരൊക്കെ തന്നെ ഈ നഗരം ഈ ഇല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ ഇവർ പറയുന്ന അതേ നഗരം തന്നെ
നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം പാടി പി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയുള്ളൊരു പാടി ഒരേ സമയം രണ്ടും ചെയ്യുന്നുണ്ടല്ലോ. ഇത് പ്രശ്നമാണെന്ന് പറയുന്നു, വിട്ടുപോകണ്ട എന്ന് പറയുന്നപ്പോൾ തന്നെ ഒരേ സമയം അല്ല, അത് ഒരേ സമയം രണ്ടിലധികം ആശയങ്ങൾ എപ്പോഴും ഉണ്ട് ഏത് സമൂഹത്തിലും. ഇപ്പം നമ്മളിന്ന് ഉത്തരാധുനിക കാലം പറയും, ഉത്തരാധുനിക കാലത്ത് ആധുനികതയുണ്ട്, പല കാര്യങ്ങളും ആധുനികത. ഇപ്പോൾ KSRTC ബസ് മുന്നും ആധുനികതയുടെ ബസ്സുകളാണ് അല്ലേ, പഴയ രീതിയിലുള്ള നമ്മുടെ കാറ്റൊക്കെ അടിച്ച് സുഖമായിട്ട് പോകുന്ന ബസ്സുകൾ, അത് ആധുനികത. അതായത് ഉത്തരാധുനികത എന്ന് പറയുമ്പോൾ മോഡേൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ. ഇത്രേ ഉള്ളൂ. അതിൽ സൗകര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSRTC ബസ് തന്നെയാണ്, ഓർഡിനറി ബസ്സാണ് ഏറ്റവും സുഖം യാത്ര ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്നുണ്ട്. അത് പറയുന്നത് ഈ മോഡേണിസം എന്ന് പറയുന്നത്, അല്ലെ മോഡേണിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ പ്രോജക്റ്റ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഹാബർമാസിനെ പോലുള്ളവർ പറയുന്നുണ്ട്, ഹാബർമാസാണ്. അതേസമയം അല്ലെന്നും പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പഴയ രീതി ഉണ്ട്. ഇപ്പോൾ ട്രൈബ്സൊക്കെ ജീവിക്കുന്നത് ആധുനിക കാലത്തല്ലല്ലോ. അവിടെ ഒരു ബസ് സൗകര്യമോ കറണ്ട് സൗകര്യമോ ഒന്നുമില്ല. നമ്മുടെ സൗകര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. ഇപ്പം കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് ഇതിനെ കമ്പ്യൂട്ടർ യുഗം എന്ന് പറയുന്നു അല്ലേ, ഇലക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോണിക് യുഗം എന്ന് പറയുന്നു. ഇപ്പം ഉത്തരാധുനിക എന്ന് പറയുന്നതിന് അതിനൊരു ഉപകരണം വേണം, അത് ഇന്റർനെറ്റും TV ചാനലും അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഉത്തരാധുനിക കാലം എന്ന് പറയുന്നത്. പക്ഷെ അത് എവിടെയെല്ലാം ലഭ്യമാകുന്നുണ്ടോ അവിടെയൊക്കെ അല്ലേ ഉള്ളൂ. ഇത് ലഭിക്കാത്തവരെ ഈ പറഞ്ഞ ലോകമൊന്നുമില്ല. ഇത് ലഭിക്കാത്തവർക്ക് അങ്ങനെ ലോകമില്ല. ഇപ്പോഴും പത്രം വായിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പേരുണ്ട് പത്രം വായിക്കാത്ത, സ്ത്രീകളുടെ ഇടയിൽ കൂടുതലാണത് അല്ലേ. നമ്മളിതൊക്കെ പറയുമെങ്കിലും അക്ഷരം അറിയാം, പക്ഷെ വായിക്കാൻ സമയമില്ല, വായിക്കാൻ താല്പര്യമില്ല, സമയമില്ല. സ്വന്തം മൊബൈലില്ലാത്ത മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല പത്രം വായിക്കുന്ന ചിലർക്കൊക്കെ പേടിയാണ്. ചരമകോളവും പിന്നെ കൊലപാതകവും വണ്ടി ഇടിച്ച് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം വായിക്കാൻ ആൾക്കാർക്ക് ചിലർക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഹമാസിന്റെ അവിടെ 34,000 ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുമ്പം ഇത് കേട്ടിട്ട് പത്രം രക്തമിറ്റുന്ന ദിനപത്രം എന്ന് ബാലേന്ദ്ര ചുള്ളിക്കാട് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഈ കഥകിൽ വന്നും രാവിലെ വന്ന് പത്രം വന്ന് വീട് കാണല്ലോ. അപ്പൊ രക്തമിറ്റുന്ന പത്രം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? അതുകൊണ്ട് ഈ മനുഷ്യർക്ക് ഒരു ഇതുണ്ട്, അവര് സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ പത്രം ഒന്നും വായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവിടെ എന്താ നടക്കുന്നത് അറിയേണ്ട കാര്യമില്ല. ആരാ ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്നോ ഇവിടെ ഇലക്ഷൻ നടന്ന കാര്യമാണ്, അവർ വോട്ട് ചെയ്യാൻ പോകുന്നല്ല, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പം അറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരിടത്തിൽ സുഖമാണ്. സമയത്ത് ആഹാരം കിട്ടുകയും കിടക്കാനും വീടും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാതിരിക്കുക എന്ന് പറയുന്നൊരു സുഖമാണ്. അതല്ല അറിവ് ദുഃഖമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അറിവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അത് ദുഃഖമാവും. നമ്മൾ അറിയുമ്പോഴാണ് ദുഃഖം വരുന്നത്. നിങ്ങളൊക്കെ കവിതയിലേക്ക് വരുന്നത് തൊട്ടടുത്താണ് എനിക്ക് തോന്നുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അതുപോലെ തന്നെ കുരിപ്പുഴ സച്ചിദാനന്ദൻ, അല്ലെങ്കിൽ KG ശങ്കരപ്പിള്ള, അയ്യപ്പൻ തുടങ്ങിയുള്ളവരുണ്ട്. ഇവരെല്ലാം പൊതുവെ എനിക്ക് തോന്നുന്നു ഈ നക്സലേറ്റ് പ്രസ്ഥാനങ്ങളെ ആണ് അവർ ആദ്യമായിട്ട് പാടിപ്പുകഴ്ത്തിയിരുന്നത്. ഇവരതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ നിൽക്കുന്നവരാണ്. അതെ, KGൻ്റെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒക്കെ കവിതകളൊക്കെ ഏതാണ്ട് ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിനോട് അടുത്തുന്നതിൻ്റെ സച്ചിദാനന്ദൻ്റെ കവിതയിലെ ഈ ഒരു ലോകമുണ്ട്. സത്യത്തിൽ ആ ഒരു ലോകം, അതായത് ഒരു വിപ്ലവം വരും എന്നൊക്കെ പറയുന്ന ഒരു ലോകം, ആ കവിതകൾ ഇപ്പോഴും പാടി നമ്മൾ പോകുന്നു. അങ്ങനെ ഒരു ലോകം ശരിക്കും അവരുടെ ഒരു കപടഭാവനയായിരുന്നു. അല്ല, അവരുടെ കപടഭാവനയല്ല, അസ്ഥിരഭാവനയാണ്. കാരണം ഇതിനകത്ത് ഈ നക്സലിസം എന്ന് പറയുന്നതിനെ ഇപ്പോൾ കനൂസന്യാലിൻ്റെ ജീവചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമാണ്. അതാണ് അതിനകത്ത് എടുത്തു പറയാവുന്നത്. ഇപ്പം ചാരു മഞ്ചുന്താറിൻ്റെ പോലും ഒരു ബൗദ്ധികമായ ഇതാണെങ്കിൽ കനൂസന്യാൽ സാധാരണ മനുഷ്യരുമായിട്ട് ഒത്തുനിന്ന മനുഷ്യനാണ്. അയാൾ മരിച്ചപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നല്ലോ. അയാൾ മരിച്ചപ്പം ആ നാട്ടിലുള്ള ആൾക്കാരും കടക്കാരും എല്ലാം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ഒരു മനുഷ്യനാണ്. ഇന്ത്യയിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ നക്സലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവരെല്ലാവരും മാറിയില്ല. അതിനകത്ത് ശങ്കരപ്പിള്ള സാർ മാത്രമാണ് അതിനകത്ത് ഇപ്പോഴും ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾ. ബാക്കി എല്ലാവരും അതൊന്ന് മാറിപ്പോയി. അല്ല, അവര് വെറുതെ മാറുമല്ലോ. ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടൊക്കെ സംസാരിക്കാൻ അദ്ദേഹം പറയുന്നൊരു കാര്യം, അതൊരു കാൽപ്പനികമായൊരു ലോകം തന്നെ ആയിരുന്നു. അതായത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വേണു പ്രസ്ഥാനം പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അതിനെ പിന്നീട് തള്ളിക്കളയുന്ന ആ ഒരു അവസരം ഉണ്ടല്ലോ. അപ്പം അന്നുണ്ടായ കവിതകൾ ഇപ്പോഴും വേറൊരു തരത്തിൽ പഠിപ്പിക്കപ്പെടുന്നു. എന്നാൽ പ്രത്യയശാസ്ത്രത്തെ ഈ പറയുന്ന കവികളോ അല്ലെങ്കിൽ അതിന് നേതാക്കളോ തള്ളിപ്പറയും ചെയ്തില്ല. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നക്സലേറ്റ് പ്രസ്ഥാനവും ക്രിസ്ത്യാനിറ്റിയും നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പം ക്രിസ്തുവിൻ്റെ ഐഡിയാസ്, ക്രിസ്തു ജീവിച്ചിരുന്നത് BC അവസാനം AD ആദ്യമാണല്ലോ. പുള്ളി മരിച്ച കാലത്തും അതിന് ശേഷവും വലിയ പീഡനങ്ങളാണ് AD 3-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവരെ ഇട്ടേച്ച് പോയില്ലല്ലോ. അവരത് കണ്ടിന്യൂ ചെയ്ത് ഇന്നും നിലനിൽക്കുന്ന വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇതുപോലെ മുസ്ലിങ്ങളുടെ ചരിത്രവും വായിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. ഇവരെന്തിനാണ് ഇട്ടേച്ച് പോയെന്നാണ് എൻ്റെ ചോദ്യം.
ഇവരിട്ടേച്ച് പോകാനുള്ള കാരണം ഇവർക്ക് ചില മോഹങ്ങളുണ്ടായി. ആ. ഇവരന്ന് ഉദ്ദേശിച്ച യാഥാർത്ഥ്യം ഇന്നും നിലനിൽക്കുകയാണ്. അതെ അതെ, പ്രശ്നങ്ങളൊക്കെ അതേപടി പ്രശ്നങ്ങൾ നിലനിൽക്കും, ഒന്നും മാറിയിട്ടില്ല. ഇവരൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ നിന്നുള്ള കവിതയിൽ സച്ചാനന്ദം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും മാറിയിട്ടില്ലെന്ന്. പക്ഷേ ഇവരവിടുന്ന് പോയി, ഇവരാണ് മാറിപ്പോയത്. ആ പ്രശ്നം അവിടെയുണ്ട്, പക്ഷേ ഇവർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല, ഇവർക്ക് അതിനെ സഹിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ ചരിത്രം പഠിച്ചാൽ അങ്ങനെ അല്ല. അതായത് AD 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ കൊടിയ പീഡനമാണ് അവർ അനുഭവിച്ചത്. ചുട്ടുകൊല്ലുക, കുരിശേ കയറ്റി കൊല്ലുക. ക്രിസ്തുവിനെ മാത്രമല്ലല്ലോ കൊന്നത്, ഒരുപാട് പേരെ കൊല്ലുകയുണ്ടായി. ഇതുപോലെ ഈ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ആദ്യകാലത്ത് അവരനുഭവിച്ച പീഡനങ്ങളൊക്കെ വലുതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്രസ്ഥാനമാണല്ലോ ഈ നക്സൽസ് എന്ന് പറയുന്നത്. പക്ഷെ അവരതിൽ നിന്ന് മാറിപ്പോയത് എന്തിനാണെന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ. അല്ലായിരുന്നു ഇത് നിലനിൽക്കുമായിരുന്നു. വേറെ വിദേശ സോഷ്യലിസ്റ്റ് ആശയങ്ങളെങ്കിലും നിലനിൽക്കുമല്ലോ. പക്ഷെ പിന്നീട് വളർച്ച സംഭവം എന്താണ്? അവസാനം കോൺഗ്രസും തകർന്ന് അവസാനം വേറെ തരത്തിൽ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇവരെ കോൺഗ്രസ് ആണല്ലോ ഇവരുടെ മുഖ്യ ശത്രു വന്ന്. ഇവരൊരിക്കലും ഈ RSനെ കുറിച്ചല്ല എഴുതുന്നത്, ഇവർ കോൺഗ്രസിനെ കുറിച്ചാണ് അന്ന് എഴുതിക്കൊണ്ടിരുന്നത്. വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചുള്ള വസിഷ്ഠന്റെ വെള്ളത്താടി പോലുള്ളൊരു കാലം ഇനി വരില്ലെന്ന് അറിയുക എന്നൊക്കെ പറയുന്നത്. ഈ വെള്ളത്താടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെളുപ്പുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഒരു പതാക അല്ലേ ബന്ധപ്പെട്ടാണ്. അല്ല, അതെ, അവരുടെ പുള്ളിക്കാരൻ ഇക്കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ അന്ന് കവികൾ പാടിയിരുന്നപ്പോൾ നക്സലേറ്റ് പ്രസ്ഥാനം ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി K. കരുണാകരനായിരുന്നു. ഈ K. കരുണാകരനെ മലയാളികൾ എത്രയോ വട്ടം മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടാണ് കേരളം പിന്നെ നിലനിന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞ കവിതകളൊന്നും ആ തരത്തിൽ അടിത്തട്ടിൽ നിന്നല്ല, സമൂഹത്തിൽ അങ്ങനെ വർക്ക് ചെയ്തെങ്കിൽ ഈ പറയുന്ന ആ ഒരു ലോകം പിന്നെ വരില്ലായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ കവിതകളെ തള്ളിക്കളയല്ലേ ചെയ്തത്. അല്ല, കവിതകളെ തള്ളിക്കളയെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഒരേ സമയം രണ്ട് മൈൻഡ് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഇലക്ഷൻ നോക്കും, നരേന്ദ്രമോദി തന്നെ ഭരിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനകീയനായി മാറി. രണ്ട് സ്ഥലത്ത് നിന്നിട്ട് ഭയങ്കര അപാരമായ ഭൂരിപക്ഷമായിരുന്നു. ഈ വൈരുദ്ധ്യം എപ്പോഴും ഉണ്ടാവും. അതങ്ങനെ എല്ലാ സമൂഹത്തിലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. അപ്പം ജനങ്ങൾ ഇപ്പം ഇടതുപക്ഷം AR ഗൗരിയമ്മയെ പുറത്താക്കിയെങ്കിൽ പോലും ഗൗരിയമ്മയ്ക്ക് വലിയ സപ്പോർട്ടുണ്ട്. ഇതെപ്പോഴും ഉള്ളൊരു സംഭവമാണ്. ഈ ഒരേ സമയം രണ്ട് സ്വഭാവം, അതായത് വൈരുദ്ധ്യം എന്ന് പറയുന്ന മൈൻഡിൻ്റെ ആ ഒരു സാമൂഹ്യ മനസ്സുണ്ടല്ലോ, സമൂഹ മനസ്സ്, ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു വൈരുദ്ധ്യം അതിനകത്തുണ്ട്. അതെല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. അത് നമ്മൾ പറയുമ്പോൾ അല്ല, അതിന് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. K. കരുണാകരൻ ജയിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ K. കരുണാകരൻ കർക്കശനായിരുന്നു. അയാൾ നക്സലേറ്റുകാരെ ഒരുപാട് ഉപദ്രവിക്കുകയും ഒരുപാട് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പീഡനത്തെ അവർ അതിജീവിക്കണമായിരുന്നു. ഇതിലും കൊടിയ പീഡനങ്ങളല്ലേ ഞാൻ പറഞ്ഞ അവരെ ക്രിസ്ത്യാനിറ്റിയൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അത് ഇന്ന് ഇവരോട് പറയുന്ന പീഡനങ്ങളൊന്നും കുരിശെ തറയ്ക്കാൻ തന്നെ കുഞ്ഞു കളിയാണോ? കുരിശെ തറയ്ക്കാന്നാണ്. അപ്പം അത് ഇവർക്കുണ്ടായില്ല, ആ ഒരു ബലം ഉണ്ടായിരുന്നില്ല. ആ ബലം ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഐഡിയോളജിയിൽ സംശയം വന്നു. ഒന്നാമത്തെ ലോകം മുഴുവൻ ഐഡിയോളജി നശിച്ചു. ലോകത്ത് 5 രാജ്യങ്ങളിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ കേരളത്തിലെ ഈ ഒരു ഇടതുപക്ഷ കേരളത്തിൽ, ഇന്ത്യയിൽ 3 സ്ഥലത്തുണ്ടായിരുന്നു, ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കുറച്ച് പേരല്ലേ, എല്ലാവരും ഇല്ലല്ലോ. അപ്പം അങ്ങനെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ലിബറൽ ക്യാപിറ്റലിസവും കടന്നു വന്നപ്പം പിടിച്ചിരിക്കാൻ പറ്റാമെന്ന് പോയി. മാത്രമല്ല, ഈ കമ്മ്യൂണിസത്തിൽ ഒരുപാട് ഫാസിസ്റ്റ് ഐഡിയാസ് കിടന്നു. പല കമ്മ്യൂണിസ്റ്റുകളും, നമ്മളറിയുന്ന പല കമ്മ്യൂണിസ്റ്റുകളും അതിഭീകരന്മാർ, ചെഷസ്ക്യൂ, അതുപോലെ സ്റ്റാലിന്, അതുപോലെ മാവോയോ, അല്ല മാവോ അത്രയില്ല, എന്നാൽ പോലും പലരും വലിയ ഇതിൻ്റെ അന്തർനാടകങ്ങൾ പലതുണ്ട്. നമുക്കറിയാമല്ലോ, വലിയ ഇപ്പം വടക്കൻ കൊറിയയിലെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് ഇതൊരു ഫാസിസം അല്ല ഏകാധിപത്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളുടെ സ്വഭാവം പോലെ അവർ ജനുവനാണ്, മനസ്സിലായല്ലോ. ആ ജനങ്ങളുടെ ഈ വോട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി ജനുവനാണ്. അവർ ഈ നോക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്, നമ്മൾ ഉദ്ദേശിക്കുമ്പോഴുള്ള യുക്തിഭദ്രമായ കാര്യങ്ങളല്ല. അപ്പോൾ ആരാ ജയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ പിന്നെ ഇനിയും ചിലപ്പം ഇടതുപക്ഷം തന്നെയായിരിക്കും കേരളത്തിൽ ജയിക്കുക അടുത്ത തെരഞ്ഞെടുപ്പ്. ഇതിനൊന്നും ഒരു യുക്തി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ഒരു അന്തരീക്ഷം, ഇതിന് വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചില റീസൺസ് ഉണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഫിലോസഫിയിലൊക്കെ എങ്ങനെ പറയുമല്ലോ, ഒരു കാര്യം സംഭവിക്കുന്നതിന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു കാരണം ഉണ്ടാവും, അതുകൊണ്ടാണ് അത് പെട്ടെന്നുണ്ടാകുന്നത്, പെട്ടെന്നൊരു കാരണം. ഈ ഉത്തരാധുനികത
കടന്നു വരുന്നൊരു ഘട്ടം എനിക്ക് തോന്നുന്നു ഇവർക്ക് വലിയ പ്രമേയങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ അതിനെ തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞല്ല, അവർക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള പ്രമേയങ്ങൾ, അല്ലെങ്കിൽ അക്കാലത്തെ ഈ പറയുന്ന അസ്തിത്വ ദുഃഖം പോലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസം, രാഹിത്യം, വിശ്വാസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്തരാധുനിക കവിതയിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് ആ കാലത്തെ കവികൾ എന്തിനെയാണ്, പ്രമേയം തന്നെ എന്തിനെയാണ് മുഖ്യമായി അഭിമുഖീകരിക്കാൻ ശ്രമിച്ചത്? അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മൾ ഈ നക്സലേറ്റ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ട് അത് മാവോയിസമോ അല്ലെങ്കിൽ മാർക്സിസമോ വെച്ചുള്ളതല്ല. അതിനകത്തേക്ക് അസ്തിത്വവാദം കടന്നു വരുന്നുണ്ട്. അതുപോലെ യൂറോപ്പിലുണ്ടായിട്ടുള്ള അവാൻഗാർഡ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും ഐഡിയയും എല്ലാം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇവരൊരു ബുദ്ധിജീവി ലൈനിലാണല്ലോ പോകുന്നത്. അതെ അതെ. ഇവർ സാധാരണ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുകയൊന്നുമില്ലല്ലോ, നമുക്കറിയാമല്ലോ. അയാൾ വളരെ ഒരു മുണ്ട് കൊടുത്ത് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും. അല്ലാതെ അയാളൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജ് അല്ല. പക്ഷെ ഇവരൊക്കെ അങ്ങനെ അല്ലല്ലോ. അതെ, ഇവർ ഇങ്ങനെ താടിയൊക്കെ നീട്ടി അല്ലെങ്കിൽ എല്ലാത്തരം അക്രമങ്ങൾ, ഇത് അരാജക ജീവിതം ജീവിച്ചവരാണ്. അപ്പം ഇതിനകത്ത് നക്സലിസം എന്ന് മാത്രം പറയാൻ പറ്റില്ല. നക്സലിസം പ്ലസ് അരാജകത്വം ഉണ്ട്, അനാർക്കിസം ഉണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. വിപ്ലവം എന്ന് പറയുന്നത് ഇന്നും നടക്കുന്നുണ്ട്. ഇവർ ഉപേക്ഷിച്ച് പോയെങ്കിലും നമ്മളാരും ഉപേക്ഷിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ദളിത് മേഖലയിൽ കവിതകൾ വരുന്നു, സ്ത്രീ മേഖലയിൽ കവിതകൾ വരുന്നു, ആദിവാസി മേഖലയിൽ കവിത വരുന്നു. ഇതൊരു വിപ്ലവമാണ്, ഇതൊരു നിശബ്ദ വിപ്ലവമാണ്. കാരണം അത് ഉത്തരാധുനികക്കെതിരെയുള്ളൊരു കൗണ്ടർ ആയിട്ടുള്ളൊരു ആശയമാണ്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നതിലേക്ക് അപ്പുറത്ത് വിപ്ലവം മാറി. ഇവർ പറഞ്ഞത് തന്നെ വേറെ തരത്തിലേക്ക് അത് പലതായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ട് ദളിത് മേഖല, ആദിവാസി മേഖല, അല്ലെ സ്ത്രീ മേഖല, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ആ ട്രാൻസ്ജെൻഡറിൻ്റെ പ്രശ്നങ്ങൾ അത് മാറ്റം ഉണ്ടാക്കുന്നില്ല. വലിയ മാറ്റമല്ലേ ഉണ്ടാക്കുന്നത്? അതല്ലേ വിപ്ലവം. വിപ്ലവം എന്നുള്ളതിന് ഇപ്പോഴാണ് ഈ റെവല്യൂഷൻ എന്ന് പറയുന്നത്, നിശബ്ദമായ റെവല്യൂഷൻ. ഈ വലിയ ഐഡിയോളജിയുടെ ഭാരം താങ്ങാതുള്ള മനുഷ്യർക്ക് അറിയാവുന്ന പോലെ മനുഷ്യരുടെ ജീവിതം തന്നെ റെവല്യൂഷൻ ആണല്ലോ. എവല്യൂഷൻ റെവല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റെവല്യൂഷൻ ഉണ്ട് ഇപ്പോൾ. ഈ കവിതയിലെ ഇപ്പോൾ അതിൽ പ്രമേയപരമായി മാത്രമല്ല ഘടനാപരമായി വലിയ മാറ്റം. അതായത് ഇപ്പോൾ അയ്യപ്പൻ്റെ കവിത ഗദ്യ കവിതകളാണ്. അത് അക്കാലത്ത് അങ്ങനെ ആൾക്കാർക്ക് ഒരു അക്കാഡമിസ്റ്റുകൾക്കല്ലാതെ പൊതുജനങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല, തള്ളിക്കളഞ്ഞില്ല. പക്ഷെ പിന്നീട് ഏതാണ്ട് 80-കൾക്ക് ശേഷം 90-കൾക്കൊക്കെ ആകുമ്പോഴേക്കും മലയാള സാഹിത്യത്തിൻ്റെ ഈ ഈണം അങ്ങ് പോയിട്ട് കവിതകൾ ഗദ്യം പ്രധാനമായി വരുന്നത്. അതിൻ്റെ ഒരു അയ്യപ്പൻ്റെ ഗദ്യത്തിൽ നിന്നും നമ്മുടെ ഗദ്യത്തിലേക്ക് ഒരു വ്യത്യാസമുണ്ട്. അയ്യപ്പൻ്റെ ഗദ്യം എന്ന് പറയുന്നത് ഭാഷ വളരെ ഓർണമെൻ്റലാണ്, ആലങ്കാരികമാണ്. അതെ അതെ. അതായത് കവിതയ്ക്കകത്ത് വേറെന്തോ ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പം ഇലകളായി നാം പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം. അപ്പം പുനർജനിക്കുക, ഇങ്ങനെയുള്ള സാധനം തന്നെ ഇന്നില്ല. പുനർജനി എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. അപ്പം ആരും ചിലരൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലാതെ പുനർജനിക്കും ഞാൻ അടുത്ത ജന്മത്തിൽ നമുക്ക് കാണാനൊക്കെ ചുമ്മാ പറയുന്നതാണ്. അപ്പം നമ്മൾ ചില കാമുകന്മാരൊക്കെ പറയല്ലേ, ഈ ജന്മത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അടുത്ത ജന്മത്തിൽ ചുമ്മാ പറഞ്ഞാ, രണ്ടുപേരും ചുമ്മാ പറയുന്നതാ. അവർക്കറിയാം. കാരണം അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തുണ്ടായ ഒരു വേറെ തരം കൺസെപ്റ്റാണ് ഈ അടുത്ത ജന്മം. അത് പൊതുവെ ഭാരതത്തിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബുദ്ധനിലും അത് വരുന്നുണ്ട്, പുനർജന്മം എന്നൊക്കെ പറയുന്നത്. അതായത് അതിങ്ങനെ പറഞ്ഞ് മനുഷ്യനൊക്കെ തീർത്തു, പറഞ്ഞ് തീർക്കാമല്ലോ. അല്ലാതെ ഇതിനകത്ത് കാര്യമില്ല. നമ്മളിപ്പോൾ ഇപ്പം കാലത്ത് ഒരാൾ പറയാം നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാമെന്ന് പറയണ തേച്ചിട്ട് പോയെന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. അപ്പം അതാണ് അടുത്ത ജന്മം എന്നൊക്കെ ഉള്ളതെന്നില്ല. ആ ഒരു ഇലകളായി നാം പുനർജനിക്കുമെങ്കിൽ, ഇവിടെ ഇലകളായി നാം പുനർജനിക്കുമെന്ന് ആരും പറയില്ല ഇന്നത്തെ കാലത്ത്. വേണേ പറയാം അടുത്ത ജന്മത്തിൽ ഞാനൊരു കുതിരയായിട്ട് ജനിക്കാം എന്നൊക്കെ പറയാം. യാഥാർത്ഥ്യമായിട്ട് ബന്ധം ഇലകളായി നമ്മൾ ജനിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ജീവിയായിട്ടെങ്കിലും ജനിക്കണ്ടേ? അപ്പൊ അടുത്ത ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ ഒരു കുതിരയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. ഈ രീതിയിൽ ഭാഷ മാറി. അതിൽ ആറ്റൂരിന്റെ ഗദ്യവും ഏതാണ്ട് പദ്യത്തിലുണ്ടായ വാക്കുകൾ ഗദ്യവൽക്കരിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? ആറ്റൂരിന്റെ ഒരു സ്റ്റൈലൈസേഷൻ ഉണ്ട്. വ്യോമത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ ആറ്റൂര് വാക്കുകൾക്ക് ഒരു വല്ലാത്ത ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഓരോ വാക്കിനും പുള്ളി കൊടുക്കുന്ന ഊന്നലൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ആ ഒരു കോണ്ടക്സ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. ഇത്രേ ഉള്ളൂ. അതെ അതെ അതെ. ഇപ്പം നമുക്കിപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാൾ സൂര്യനെ കാണുമ്പോൾ അല്ലല്ലോ നമ്മൾ കാണുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുന്ന ആള് ഇപ്പം ON ഗ്രൂപ്പിന്റെ ഒക്കെ സ്വസ്തി ഹേ സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന ഇത് വളരെ വ്യർത്ഥമായ ഒരു പ്രാർത്ഥനയാണ്. കാരണം സൂര്യനൊന്നും മൈൻഡ് ചെയ്യില്ല. സൂര്യനെ നമ്മളെ അറിയത്തില്ലല്ലോ.
ഓക്കെ സൂര്യന് ഭൂമി അറിയത്തില്ലല്ലോ. ഇവരൊക്കെ വിചാരിക്കുന്നത് സൂര്യൻ്റെ ആരണ്ടാണ് ഭൂമി എന്നാ. ഒരു ബന്ധവുമില്ല ഇവർ തമ്മിൽ. ഓക്കെ കാരണം സൂര്യനൊരു മൈൻഡില്ല, ഭൂമിക്കൊരു മൈൻഡില്ല. ഇത് വസ്തുക്കളാണ്. അതെ അതെ. സൂര്യൻ്റെ പ്രകാശം ഭൂമിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഭൂമിക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ല സൂര്യൻ അവിടുന്ന് പ്രകാശം കൊണ്ട് വിടുന്നൊന്നുമില്ല, പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഭാഗ്യം. അതെ അതെ അതെ. അത് ഗോവൻകുറുപ്പ് ഇവിടെ വന്നിട്ട് പറയുകയാണ്, സ്വസ്തിഹേ സൂര്യ മറ്റുള്ളവർക്കായി. ഇപ്പൊ സൂര്യനെ ദേവനായിട്ടാണ് കാണുന്നത്. അതാണ്. നമ്മളങ്ങനെയല്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ വെയിൽ കായുമായിരുന്നല്ലോ, ഭയങ്കര തണുപ്പുള്ള ജനുവരിയിലൊക്കെ. അപ്പൊ നമ്മളൊരിക്കലും സൂര്യ നമസ്കാരത്തിന്റെ രീതിയിലല്ല, അത് വെയിൽ കായാണ്. അതെ അതെ. അത് വെയിൽ എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് ചൂടായിട്ട് പൊള്ളി എഴുന്നേറ്റ് പോകും. അപ്പൊ ആ രീതിയിലൊരു യാഥാർത്ഥ്യമാണ് നമുക്ക്, അല്ലാതെ നമുക്കൊരു യാഥാർത്ഥ്യമല്ല. പുരാണങ്ങളിൽ നിന്ന് പിടിവിട്ടു അല്ലേ? പിന്നെ നക്ഷത്രം ഇപ്പൊ നിങ്ങൾ പറയാം, അടുത്ത ജന്മത്തിൽ നമുക്ക് 2 കൂട്ടുകാരാണ്, നമ്മൾ വലിയ കൂട്ടുകാരാണ്. അടുത്ത ജന്മത്തിൽ നമുക്ക് 2 നക്ഷത്രമായിട്ട് ആകാശത്തിൽ ഒന്ന് പോടാവുകയും നമ്മൾ എന്നാ പോലെ ഇതൊക്കെ വല്ലോ ഈ ലഹരി അടിച്ചിട്ട് പറയാമെന്നല്ലാതെ നമ്മള് ന്യായമായ രീതിയിൽ അങ്ങനെ പറയുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഭൗതികതയിലേക്ക് വന്നു. ഇന്നാ പറഞ്ഞ നമുക്കറിയാമല്ലോ, 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നടക്കുള്ളൂ. നമ്മുടെ പൈസ വേണം. കാരണം ഒന്ന് ഒരു ഭിക്ഷ തേടിയ പോലും ജീവിക്കാൻ പറ്റില്ല, സംശയമാണല്ലോ ആൾക്കാർക്ക്. അപ്പം ഭിക്ഷക്കാരനാണെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് യഥാർത്ഥ ഭിക്ഷക്കാരനാണോ സംശയമാണെന്ന് പറയും. അതെ അതെ അതെ. അതുകൊണ്ട് നമ്മുടെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അപ്പം യാഥാർത്ഥ്യബോധം വന്നു കഴിഞ്ഞു. അതെ അതെ. കുട്ടികൾക്കാണെങ്കിലും പഠിക്കണമെന്നുള്ള ബോധം വന്നു. കുറേയേറെ പിള്ളേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ജോലി വേണം, പഠിക്കണം, എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. അതുകൊണ്ട് പിള്ളേരെല്ലാം ഇവിടെ ആഹാരം വിറ്റും ആഹാരം കൊണ്ട് സുഖിയൊക്കെ ഇല്ല, ആഹാരം കൊണ്ട് നടക്കുന്ന അങ്ങനെ ജീവിക്കുന്നു. അല്ലാതെ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നവരങ്ങനെ ജീവിക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അയ്യപ്പൻ്റെ കവിതയിൽ വരില്ല. കാരണം അയ്യപ്പൻ ഒരു പണി ചെയ്യലായിരുന്നല്ലോ. അയ്യപ്പൻ നല്ല കവിതയുണ്ടാക്കാൻ നോക്കുമ്പോൾ നല്ല കവിതകളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ആന, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രണയത്തിന്റെ അങ്ങേറ്റം അല്ലേ? മരിക്കും വരെ അല്ലേ, ഞാൻ മറന്ന് എന്ന് വെച്ചാൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് MD യുടെ ഒക്കെ ഒരു തുടർച്ചയാണ്. MD യുടെ ഒക്കെ നോവലിലെ തൊഴിലില്ലായ്മ ഉണ്ടല്ലോ, അതിന്റെ വേറെ അയാൾ തൊഴിലെടുക്കുകയല്ലോ. എന്നാലും നമ്മൾ നോക്കുമ്പോൾ അയ്യപ്പനെ കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ആ അയ്യപ്പന് തൊഴിലില്ല, തൊഴിലില്ലായ്മ ഉണ്ടല്ലോ. തൊഴിലില്ലായ്മ എന്തുകൊണ്ടുണ്ടായി? തൊഴിലെടുക്കാത്തത് കൊണ്ടുണ്ടായി. അതെ അതെ, അത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വീക്ഷണം അനുസരിച്ച് ഈ ലോകത്ത് തൊഴിലില്ലായ്മ എന്ന വിഷയം ഇല്ല. പ്രതിഫലത്തിന്റെ പ്രശ്നം ഉണ്ടാകും. പ്രതിഫലത്തിന്റെ പ്രശ്നമുണ്ട്, ഇഷ്ടപ്പെടുന്ന തൊഴിലില്ല. ഞാനിപ്പോൾ ഒരു തൂമ്പാടുത്ത് ഈ വഴി നന്നാക്കി നിങ്ങൾ എനിക്കൊന്നും തരില്ലായിരിക്കാം, അപ്പം എനിക്ക് പ്രതിഫലം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു 1000 രൂപ പിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് തൊഴിലില്ലായ്മയില്ലല്ലോ. തൊഴിലുണ്ട് പക്ഷെ പൈസ ഇല്ല. ഇവിടെ അതാ പ്രശ്നം, തൊഴിലുണ്ട് പക്ഷെ സാധ്യതയില്ല. എത്രയോ കണ്ടാ വെറുതെ കിടക്കുന്നത്, എത്രയോ കൃഷിപ്പാടങ്ങളാണ് വെറുതെ ഇട്ടിരിക്കുന്നത്. അത് ചിലർ ഓണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം പോയിരിക്കുകയാണ് യൂറോപ്പിലേക്കുമൊക്കെ. ഇവരുടെ വീടും പണിതിട്ട് ഇവിടെയുള്ള ഭൂമിയെല്ലാം മേടിച്ചിട്ട് അവർ സ്ഥലം വിട്ട്. ആർക്കും കയറി ഇടപെടാൻ പറ്റില്ല, കേസാവുമല്ലോ. അത് ഇനി വെറുതെ കിടക്കും, ആർക്കും വേണ്ട. അപ്പൊ അവിടെ തൊഴിലില്ലായ്മ ഉണ്ടാവും. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണണം. തൊഴിൽ കൊടുക്കാൻ അത് ഈ തൊഴിലെന്ന് പറയുന്നത് എന്താ? എന്തും തൊഴിലാണ്, പക്ഷെ ഗവൺമെന്റ് ചില തൊഴിലുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. കൃഷിപ്പണി ചെയ്യുന്നവർക്ക് പൈസ ആ വീട്ടുകാരൻ കൊടുക്കണമല്ലോ, ഗവൺമെന്റ് കൊടുക്കുകയല്ലോ. അപ്പൊ കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയുള്ള പൈസയല്ലേ. അതൊരു ചെറിയ തുക, പിന്നെ സ്ഥിരം ജോലിയുണ്ട്, അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ആധുനികതയിൽ നമ്മളൊരു പൊതുവെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യന്മാരും കവികളും വരുന്നു. അപ്പോൾ സംസാര ഭാഷ, എസ് ജോസഫിൻ്റെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷ കവിതയിൽ വരുന്നു. വേനക്കൊരു വിറക് വരെ ഉണ്ടാക്കി, അല്ലെങ്കിൽ കോല കുത്തിപ്പോറി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കള്ളും കുടം പോലെ ചാച്ചം വരും, ഇതൊക്കെ ആൾക്കാർ വെറുതെ വർത്തമാനം പറയുന്ന കാര്യങ്ങളാണല്ലോ. അല്ലെങ്കിൽ പലപ്പോഴും വഴക്ക് മൂലം ശരണക്കേട് തോന്നി, നോക്കിക്കോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒറ്റ നട വെച്ച് കൊടുക്കും എന്ന് തലേന്ന് രാത്രി, ഇത് വർത്തമാനം പറയുന്നൊരു കാര്യം തന്നെയാണ്. ഇത് ഇങ്ങനൊരു ശൈലിയിലേക്ക് ഈ അയ്യപ്പൻ്റെയും ആറ്റൂരിൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിൻ്റെ ഗദ്യത്തിലുള്ള സ്വഭാവത്തിലുള്ള കവിതകൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരുടെ സംസാരം മനഃപൂർവ്വം ബോധപൂർവം തിരഞ്ഞെടുത്താണോ? അത് എനിക്ക് ഈ ഭാഷയെ നമ്മൾ മുമ്പ് തന്നെ എനിക്ക് മലയാള സാഹിത്യത്തോട് തന്നെ വിയോജിപ്പുണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ. ഞാൻ മുമ്പേ കാര്യം പറഞ്ഞല്ലേ, ക്വസ്റ്റ്യൻ ഇടുന്നതിനകത്തൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ഭാഷയോടും വിയോജിപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ മലയാളം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സംസ്കൃതാധിപത്യമുള്ളൊരു ഭാഷയാണ്. അപ്പം എനിക്കതിനോട് കാരണം മലയാളം എന്ന് പറയുന്ന ഒരു നമ്മളൊരു മലയാളം അറിയാം, പ്രത്യേകിച്ചും ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു ആട് മേയ്ക്കുന്ന ഒരു അമ്മച്ചിയോട് ചോദിച്ചാൽ മലയാളം പറയും. കാരണം അമ്മച്ചിക്ക് സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടേ അതാണ് മലയാളം.
അല്ലെങ്കിൽ ഒരു പാടത്തെ ഒരു കർഷകനോട് നമ്മൾ ഇവിടുത്തെ കൃഷിയുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറയും. ഞാനിങ്ങനെ വിത്ത് വിതയ്ക്കുന്നു, നമുക്കറിയില്ലാത്ത വാക്കുകളൊക്കെ ആയിരിക്കും കുറച്ച്. അതെ 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 അയ്യാറിട്ട് വിത്തുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും അയാൾ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ വളം ഇടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാൾ ഈ ഇതിൻ്റെ ചപ്പും ചവറും ഇതൊക്കെ മലയാളമാണല്ലോ, ചപ്പും ചവറ് എന്നൊക്കെയുള്ള ഭാഷ, അല്ലെങ്കിൽ ഞൗരി അടിക്കുക, അല്ലെങ്കിൽ കലപ്പ കൊണ്ട് ഉഴുക, ഇതെല്ലാം മലയാളമാണ്. ഇതാണ് മലയാളം. അല്ല നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഹൈ ക്ലാസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മലയാളം എന്ന് പറയുന്ന അങ്ങനെ ഒരു മലയാളം അല്ല സംസാരിക്കുന്നത്. കാരണം ഞാൻ ഈ തൊഴിലാളി സമൂഹത്തിൽ ജനിച്ചത് കൊണ്ടും ഒക്കെ തന്നെ എനിക്ക് തൊഴിലാളികളുമായിട്ട് ഞാൻ തൊഴിലെടുത്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ലാംഗ്വേജാണ് നമ്മൾ കവിതയിൽ ഉപയോഗിക്കുന്നത്. എന്നോട് മറ്റേ ഉപയോഗിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല. അതങ്ങനെ നമുക്കൊന്നും ഖണ്ഡിതമായിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വേണേൽ ഉപയോഗിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ആദ്യകാലത്തെ കവിതകളിലൊക്കെ വളരെ ബോധപൂർവം ഈ പറയുന്ന പോളിഷ്ഡ് വാക്കുകളെ ഒഴിവാക്കുന്നതായിട്ട് തോന്നുന്നു. സംസ്കൃതം ഒട്ടും വരുന്നില്ല, പിന്നീട് വരുന്നുണ്ട്. പക്ഷെ ആദ്യകാലം ഇപ്പോൾ കറുത്തുകല്ലിൽ പോലുള്ള കവിതകളൊക്കെ വരുമ്പോൾ തന്നെ അല്ല, നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പോൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് എനിക്ക് ആദ്യം ബോധപൂർവ്വം ചെയ്താലേ നടക്കുള്ളൂ. നമ്മളൊരു സാരി ഉടുക്കാന്ന് വിചാരിച്ച ഒരു സ്ത്രീ, അപ്പോൾ ആദ്യം വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നീട് അത് ഈസി ആവും. പിന്നീട് സാരി വാരി ചുറ്റി അങ്ങ് പോകാം, കാരണം ഓക്കെ ആയിരിക്കും. അതാണ് നമ്മൾ ഈ ആദ്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, മനഃപൂർവ്വം തന്നെ ചെയ്യേണ്ടി വരും. പിന്നീട് സ്വാഭാവികമായിക്കൊള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പച്ചമലയാളവും പച്ചമലയാള പ്രസ്ഥാനം തന്നെ ഉണ്ടല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ പച്ചമലയാള പ്രസ്ഥാനവും നിങ്ങളുടെ കവിതാകാലം, നിങ്ങളടങ്ങുന്ന കവികളുടെ ഒരു കാലവും തമ്മിലുള്ള ഈ പച്ചമലയാളം ആ പച്ചമലയാളം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളടക്കം വേറെയാണ്. പച്ചമലയാളം എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചൊരു മലയാളമാണ്. അത് അന്നത്തെ ഒരു പ്രതികരണം, സംസ്കൃതത്തോടുള്ളൊരു പ്രതികരണം. അത്തരത്തിൽ അത് കൊള്ളാമെന്നില്ല. അത് അങ്ങനെ ഒരു പ്രതികരണം ഒന്നും ഇവിടെ ഇല്ലെന്നേ. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങൾ, അവർ അത്രയൊന്നും താഴോട്ട് പോയിട്ടില്ല. നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ കണ്ട കാര്യങ്ങളുടെ ഒരു ഭാഷ അതിങ്ങനെ കൊണ്ടുവരുന്നു, ഉപയോഗിക്കുന്നു. അത് മോൾത്തട്ടിലുള്ള ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, ഒന്നും വിട്ടുകളയുന്നില്ല. ആ രീതിയിലുള്ളൊരു എന്ന് വെച്ചാൽ കൂടുതൽ പേർക്ക് കവിതയിലേക്ക് എൻ്റർ ചെയ്യണം, വായിക്കാനും എഴുതാനും. അതാണ് ഉണ്ടായത്. കൂടുതൽ പേർക്ക് കവിതയിൽ വരണം. അവർ കവിത എഴുതട്ടെ, വായിക്കട്ടെ, അവർക്ക് തന്നെ വായിക്കാം. കാരണം ഈ കവിത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മളെ സംസ്കരിക്കുന്ന ഒരു കാര്യം, നമ്മളൊരുപാട് മാറ്റും. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി പണിയും. അപ്പോൾ നിങ്ങളൊരു നോവൽ എഴുതാന്ന് പറഞ്ഞാൽ നല്ല പണിയല്ലേ. ഒരു 500 പേജുള്ള നോവൽ എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ 5-6 വർഷങ്ങളാകും പോകും. അത്ര പണിയാണ്, ഭ്രാന്തായി പോകും സാധനം. നമ്മൾ മടുത്തു പോകും. പിന്നെ തന്നെ വീട്ടുകാരും ചിലപ്പോൾ പണങ്ങി പോകും. അത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആളായി മാറുകയാണ്. അത് നിങ്ങളുടെ നോവൽ വായിക്കുന്ന ആളും മാറും. ഈ രീതിയിലുള്ളൊരു ചലഞ്ച് ഭാഷ ഉണ്ടാക്കുന്ന ഒരു മാറ്റം. അല്ലാതെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എസ് ജോസഫ് എന്ന കവി 15 വയസ്സ് മുതൽ എഴുതി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കവി എന്ന നിലയ്ക്ക് ഒരു മുഖം ലഭിക്കുന്നത് ഏതാണ്ട് 2000 2005 കഴിഞ്ഞിട്ടാണ് അല്ലേ? എനിക്ക് തോന്നുന്നു കറുത്തകല്ലൊക്കെ പുസ്തകമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. പിന്നീട് DC പുസ്തകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അംഗീകാരം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഗ്രാമത്തിലെ ദേവാലയമൊക്കെ നല്ല കവിതകളാണ്. പക്ഷെ അന്നത് വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ളവർ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കത് മനസ്സിലായില്ല. മാത്രമല്ല വളരെ കാര്യം ഭാഷ ഇങ്ങനെ സിമ്പിളാണെങ്കിലും ഞാൻ ഈ അതിസൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് സൂചിപ്പിച്ച് വെക്കും. അതെനിക്ക് കുറച്ചൊക്കെ എനിക്കറിയത്തുള്ളൂ. അത് അങ്ങനെ പോകുന്ന ഒരു സാമ്പ്രദായിക രീതിയിലുള്ള ഒരു ഘടന ഇല്ല അതിന്. നിരൂപകരുണ്ടായിരുന്നില്ലെന്നാണ് പറയാം. നിരൂപകർ ഇപ്പോഴും ഇല്ലല്ലോ. അത് ഒരുപാട് കവിതകൾ കിടക്കില്ല ഇങ്ങനെ. അതൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല വേണ്ടവണ്ണം. ചുമ്മാ ഈ പുറമേ കാണുന്നത് വെച്ച് ആൾക്കാർ പഠിക്കുമെന്നല്ലാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കലാപരമായ കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഉദാഹരണം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കറുത്തകല്ലിൻ്റെ പുറത്തിരുന്ന് ചെറുപ്പകാലത്ത് കളിച്ചു തോർക്കുന്നു പറയുമ്പോൾ അവിടെ കല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വിനയൻ തന്നെ മനസ്സിലായിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് കല്ല് വെച്ചിട്ട് അതിൽ വരയ്ക്കുകയാണ്. അപ്പോൾ കല്ല് പിന്നെ പൂവാണ്. അപ്പം നമ്മൾ ഒരു മയിൽക്കുറ്റി ഇവിടെ കാണുന്നു. ആ മയിൽക്കുറ്റിയിൽ 156 കിലോമീറ്റർ എന്ന് കാണുന്നു. നമ്മൾ മയിൽക്കുറ്റി കല്ലാണല്ലോ, അല്ലെങ്കിൽ സിമെൻ്റ് ആണല്ലോ. നമ്മളത് രണ്ടും അവഗണിക്കുകയാണ്. അത് തള്ളിപ്പോയിട്ട് ഈ 156 കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ കാണുന്നുള്ളൂ. ഇതുപോലെ കറുത്തകല്ലെന്ന് പറയുന്നത് കല്ലങ്ങ് പൂവാണ്. കല്ലങ്ങ് പോയിട്ട് അതിൻ്റെ ആ എഴുത്താണ് പിന്നെ വരുന്നത്. അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് കുറച്ച് ചിന്തിക്കേണ്ടി വരും. ഈ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതിൽ KK ബാബുരാജിൻ്റെ ഇരുട്ടുള്ള കണ്ണാടി, എസ് ജോസഫിൻ്റെ കവിതയെക്കുറിച്ചുള്ള പഠനമാണ് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ്. അതിൻ്റെ ഒരു ചെറിയ സബ് ഹെഡിങ് ആണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് എസ് ജോസഫിൻ്റെ കവിതകളെ KK ബാബുരാജ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് പൊതുവേ ഈ അപര മനുഷ്യരുടെ ജീവിതങ്ങൾ മറ്റുള്ളവർ എഴുതുമ്പോൾ ഒരു കൾട്ട് ഫിഗറിനെ ഉണ്ടാക്കും. ഇല്ലായ്മകൾ അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷേ ഈ ആരോപിത ഇല്ലായ്മകളല്ലാതെ ഈ ബഹുജന സമൂഹങ്ങളുടെ ചില
ചില ഉള്ളായ്മകളുടെ അവരുടെ തുറന്ന സന്തോഷങ്ങളെ അല്ലെങ്കിൽ ഒരു ഓർണമെൻ്റ് സാധാരണ ഒരു ആഭരണമെങ്കിലും സ്വർണ്ണമില്ലെങ്കിലും നീ പൊട്ടുകൊടു, നീ ഒരു വരവ് കമ്മലെങ്കിലും ഇടൂ, ഇങ്ങനെ ഈ സ്വന്തം ആ സമൂഹത്തിനകത്തുള്ള ലോകങ്ങളുടെ ഒരു തരം ആഹ്ലാദസ്ഥലികളെ കൂടി കൊണ്ടുവരുന്നത് ജോസഫ് മാഷാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ട്. അതായത് നമ്മൾക്ക് അങ്ങനെ ഇല്ലായ്മ എന്ന് പറയുന്നത് പലപ്പോഴും താരതമ്യത്തിലൂടെ ഉണ്ടാകുന്ന. അതെ അതെ. അപ്പം നമുക്ക് ഇപ്പം അറിവില്ലാത്ത ആരും ഇല്ലല്ലോ. അതെ അതെ അതെ. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പലർക്കും അറിവുണ്ട്. ഗ്രാമത്തിലുള്ള സ്കൂളിൽ പോകാത്തവർക്കൊക്കെ അറിവുണ്ട്. എനിക്ക് പലതും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ തടിവട്ടുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർ മാറി നിൽക്കാൻ പറയും അവിടെ നിന്ന്. കാരണം ഈ തടി അങ്ങോട്ട് വീഴുന്നവർക്ക് അറിയാവില്ല. നമുക്ക് അത്ര കൃത്യത ഇല്ലെങ്കിലും തടി വീഴുന്നതിന് ഒരു മട വെച്ചാണല്ലോ വെട്ടുന്നത്. അതെ, പോയിന്റ് ഉണ്ടാകും, പക്ഷെ അങ്ങോട്ട് തന്നെ വീഴണമെന്നില്ലല്ലോ. അതിനാണല്ലോ വലിക്കുന്നത്. അതെ അതെ. അപ്പം അതൊരു അറിവാണ്. നമ്മൾ തടി വെട്ടിയാൽ നമ്മൾ കുറേ പേര് ചാകുമോ, അല്ലെങ്കിൽ വീടുകളുടെ മുകളിൽ ചെന്ന് വീഴുകയൊക്കെ ചെയ്യുമല്ലോ. കയ്യാലെ വെക്കുന്നതിന് എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഈ പ്രശ്നമുണ്ട്. അപ്പം ഇപ്പം നമുക്കിവിടെ ഇത്രയും പേര് വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇവരാരും ഈ വീട് വെച്ച് തന്നവരൊന്നും കോളേജിൽ പഠിച്ചവരൊന്നും അല്ലല്ലോ. ഒരിക്കലല്ല. അല്ല, ഇതിൻ്റെ കടിയിൽ നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവരെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അറിവുള്ളതുകൊണ്ടാണല്ലോ അവർ നമുക്ക് വേണ്ടി ഇത് പണിത് തന്നത്. അവർക്ക് കല്ല് വെക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, ജോമെട്രിക്കൽ കണക്കും. ഇതിന് മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ. മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ, കെമിസ്ട്രി ഉണ്ട്. ഈ ഭൂഗർഭമായിട്ട് ബന്ധപ്പെട്ട വീട് നിർമ്മിക്കുന്ന. അതെ. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ എറണാകുളത്തെ ഒരു 10 അല്ലെങ്കിൽ 150 കെട്ടിടം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുമല്ലോ. അതെ. അത് വരെ എഞ്ചിനീയർ ഒരു വലിയ കാര്യമാണ്. പക്ഷേ ആ പണിതവൻ സിമെന്റ് ഇപ്പം കുറച്ചിട്ടാലോ ഇടിഞ്ഞു പോകില്ലേ? അത്രേ ഉള്ളൂ. അപ്പം ഇത് എല്ലാം കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ലോകത്തെ നമ്മൾ അങ്ങനെ സമഗ്രമായി കാണുമ്പം ഓരോന്നോരോന്നിൻ്റെ ഭാഗമാണ്. അങ്ങനെ അറിവില്ലാത്തവരൊന്നുമില്ല. പക്ഷെ നിങ്ങളിപ്പം വിദ്യാഭ്യാസ സമൂഹം എന്ന് പറയുമ്പം അതിനൊരു മറുവശമുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹം. ഇതെല്ലാ പ്രശ്നത്തിലും ഉണ്ട്. ഇപ്പം നിങ്ങളും ഞാനും നമ്മളിങ്ങനെ ഒരു കൂട്ടുകാരാണ്. അപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചില്ലെന്നും കൂടെ അർത്ഥമുണ്ട്. ഈ രീതിയിൽ നമ്മളിന്ന് കോളേജസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഭയങ്കര കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തൊരു ലോകമുണ്ട്. അതെ അതെ അതെ. ആ ലോകം അങ്ങനെ ഇല്ലാത്ത ലോകം അല്ലെന്നേ, ആ ലോകത്തുണ്ടെന്നേ. അതെ അതെ അതെ. അപ്പം ഞാൻ ഇന്നാൾ നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് എന്തോ ഡോക്ടറിനോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഈ മുക്കുറ്റി പറിച്ചിട്ട് അത് സമൂല അരച്ച് കഴിക്കാൻ പറഞ്ഞു. ഒരു മരുന്നായിട്ട് തന്നതാണ്. അപ്പം ഞാനങ്ങനെ ഒരു മുടി വെട്ടാനായിട്ട് കടയിൽ കയറി. അപ്പം ഞാൻ ഈ വിവരം പറഞ്ഞു അയാളോട്. ഞാനിങ്ങനെ ആയുർവേദ ആശുപത്രിയിൽ പോയി. അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നൊരു സാധാരണ മനുഷ്യൻ തിണ്ണയിരിപ്പുണ്ടായിരുന്നു. അയാളോട് പറഞ്ഞു മുക്കുറ്റി അധികം കഴിക്കരുതെന്ന് പറഞ്ഞു. അധികം കഴിക്കാൻ ദോഷമാണെന്ന് പറഞ്ഞു. അപ്പം എന്താ, അപ്പം നമ്മൾ ഈ അറിവെന്ന് പറയുന്നത് അങ്ങനെ ആരുടെയും കുത്തകയൊന്നുമല്ല. നിങ്ങളൊരു വലിയ മാളിക വെക്കുന്നു. അപ്പം എൻ്റെ വീട് അപ്പുറത്ത് ഇല്ലാതായിപ്പോയി. എൻ്റെ മാടപ്പുരയായിരുന്നു, കൊച്ചു വീടായിരുന്നു. അതിനെ നിങ്ങളുടെ വീട് കളിയാക്കുകയാണ്. ഇവിടെയാണ് ഈ പ്രശ്നം. ഈ താരതമ്യത്തിന്റെ ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മൾ അറിവില്ലാത്തൊരു ലോകമില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ കവിത ഇല്ലായ്മയുടെ ലോകമല്ല, അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അവിടെ പലതും ഉണ്ട്. ആ രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ശക്തി നൽകും. എനിക്ക് തോന്നുന്നു ജോസഫ് മാഷിന്റെ കവിതകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും ആളുകൾ ഈ പെങ്ങളുടെ ബൈബിൾ എന്നൊരു കവിതയാണ്. അപ്പോൾ അതിനകത്ത് ലോകം തന്നെ വലിയ സംഭവമായിട്ട് പറയുന്ന ബൈബിള് ഒരു വീട്ടിൽ അതൊരു ചെറിയൊരു സംഭവമായിട്ട് അത് പറയുന്നുണ്ടല്ലോ. ആ കവിതയുടെ ഒരു അനുഭവം ഇത് ഈ പറയുന്ന ഈ രണ്ട് ലോകങ്ങളെ അതിനകത്തൊരു പ്രശ്നം, ബൈബിളിനകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ. പക്ഷെ അവരവിടെ ഇല്ല. അവരവിടെ ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ച് അതിൻ്റെ അകത്തൂടെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരവിടെ ഇല്ല. അവരുണ്ട് ഇല്ല ഉണ്ടെങ്കിൽ അവരെ നിങ്ങളിപ്പം കോളേജിൽ പഠിച്ചു, നല്ല അറിവുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ലേ പിന്നെ കാര്യമില്ലല്ലോ. നിങ്ങളായിരിക്കും ഒരു ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിച്ച ആൾ, നല്ല അറിവുള്ള ആൾ, നല്ലപോലെ പ്രസംഗിക്കും, എല്ലാ കഴിവുമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരിക്കാം. പക്ഷേ അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. ആൾ കുറേ കാണാതെ പഠിച്ചാൽ എഴുതി കെട്ടി. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കില്ല. ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. മനസ്സിലായില്ല? അതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. പെങ്ങളുടെ ബൈബിൾ. അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഇതിൻ്റെ കേന്ദ്രം. ക്രിസ്തുവിൻ്റെ അകത്ത് പിന്നെ വിഭജനത്തിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല? നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെയാണ് നമ്മളിങ്ങനെ മനുഷ്യരെല്ലാവരും താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി വ്യത്യാസം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യരെല്ലാവരും ഒരുമിച്ചൊക്കെ ആര് കല്യാണം കഴിച്ചാലും പിള്ളേരെ കൊണ്ടുപോകുന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഇവിടെ ഉള്ളൊരു കല്യാണം കഴിച്ചാലും ആഫ്രിക്കയിലുള്ള കല്യാണം കഴിച്ചാലും പിള്ളേരുണ്ടാവും. പക്ഷെ എങ്കിലും വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്?
അതൊക്കെ ഒരു മത്സരം എന്നേ ഉള്ളൂ. മത്സരിച്ച് അവനെ കഴിഞ്ഞും കേമനാണ് ഞാൻ എന്ന് അറിയിക്കാനും സ്ഥാപിക്കാനും അവനെ ഇല്ലാതാക്കാനും അവനെ പുറന്തള്ളാനുമുള്ള ഒരു ടെക്നിക്ക്. അതിനെ ചെറുത്ത് നിൽക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് അത്തരം വിഷയങ്ങളെ ഇത് കവിതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടിനെ തന്നെ ഈ ആദ്യം പറയുന്ന പോലെ ഈ പോളിഷ്ഡായ ഇപ്പോൾ ചാത്തൻ്റെ കുടിൽ എന്നൊക്കെ പറയുന്ന വേറൊരു സ്ഥിരം നിർമ്മിതിയുടെ അപ്പുറത്തേക്ക് വീടിനകത്തും ചില കലഹങ്ങൾ നടക്കുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഈ കവിതയിലേക്ക് ധ്വനിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വഴക്കുമൂലം ശരണക്കേട് തോന്നി നോക്കിക്കോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒറ്റ നട വെച്ച് കൊടുക്കുമെന്ന് തലേന്ന് രാത്രി അമ്മ ചട്ടയും മുണ്ടും എടുത്ത് വീടിറങ്ങി, എന്നാൽ ചായത്തേക്കിന് താഴെയുള്ള കുത്തുകല്ലിൽ അവർ ഇരുന്ന് പോകും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലോകമുണ്ടല്ലോ. അതിപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണ്, ഒരു ക്വസ്റ്റ്യനാണ്. പൊക്കടമില്ല അല്ലേ സ്ത്രീകളുടെ ജീവിതത്തിൽ ഏത് സ്ത്രീയാണെങ്കിലും അവർക്കൊരു തിരിച്ചു പോകാൻ സ്ഥലമില്ല. ഇപ്പം ഇവിടെ കാശുകാരൻ്റെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും ഭർത്താവ് ഇറക്കി വിട്ടാൽ പിന്നെ അവർക്ക് പോകാൻ സ്ഥലമില്ല. ഏതോ ഒരു സിനിമയിൽ മധുവിൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ, സ്വർഗപുത്രി എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു. ഭർത്താവ് രാത്രിയിൽ ഇറക്കി വിടുന്നതേ, ആ സ്ത്രീ രാത്രിയിൽ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഭയങ്കര ഒരു സിനിമയുണ്ട്. സിനിമയല്ല, എൻ്റെ അടുത്തൊരു സ്ത്രീയെ രാത്രിയിൽ ഇറക്കി വിട്ടിട്ട് പോകാൻ അവർക്ക് വീട് നഷ്ടപ്പെടുന്നു. അവരെവിടെ പോകുന്നു? അവരെ സ്ത്രീകളെ സംബന്ധിച്ചും വീട് നഷ്ടപ്പെടും. ഞാൻ ഓർക്കുന്നു ഒരു രാത്രി മുഴുവനും അവർ ആ മൈതാനത്തിരുന്നു. ഭാഗ്യത്തിന് ആരും ഒന്നും ചെയ്തില്ല കേട്ടോ. അവരവിടെ ഇരുന്ന് രാവിലെ നേരം വെളുപ്പിച്ചു, അവരെ പിന്നെ ആരുടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ആ രീതിയിൽ അനുഭവങ്ങളുടെ ഒരു വലിയ ലോകമുണ്ട്. പോകാൻ സ്ഥലമില്ല. ആ സ്ത്രീ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും എത്ര സമ്പന്ന കോടീശ്വരി ആണെങ്കിലും അവൾക്ക് തിരിച്ചു പോകാൻ ചിലപ്പോൾ ഒരു സ്ഥലം കാണില്ല. കാരണം അവിടെ ആങ്ങളമാരെല്ലാം താമസിച്ചു, അവിടെ ഭാര്യമാർ താമസിച്ചു, വേണം ഒരു ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അല്ല, ഇത് ഈ ജിയോ ബേബിയുടെ മറ്റേ സിനിമ വന്നില്ലേ, ജിയോ ബേബിയുടെ സിനിമ വന്നില്ലേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇതിനകത്ത് വീട് ഉപേക്ഷിച്ച് പോകണമെന്നാണ് പറയുന്നത്. സത്യത്തിൽ അതൊരു പോകാൻ സ്ഥലമുണ്ടോ എന്നുള്ള വിഷയമുണ്ടല്ലോ. പോകാൻ സ്ഥലമുണ്ടോ എന്ന് വെച്ചാൽ വലിയ പ്രയാസം. ഈ കവിതയും ഈ സിനിമയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടല്ലോ. സ്ഥലം ഉണ്ടാകും, പക്ഷെ അത് അവിടെ ഡാൻസ് പഠിപ്പിച്ചല്ലേ ജീവിക്കുന്നത്. അതെ, ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരു ഫീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടോ? പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു, പലപ്പോഴും ഫീസ് കിട്ടുകയല്ലോ. അല്ല, ഞാൻ പോക്കടമില്ലാത്തൊരു അമ്മയും പോക്കടമുള്ള സ്ത്രീയും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ. ശരിക്കും സുഹൃത്തെ, ഡാൻസ് ഒന്നും പഠിപ്പിച്ച് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അതൊരു സ്ഥാപനമാണേ പറ്റുമായിരിക്കും. അല്ലാതെ നമ്മൾ കുറെ പിള്ളേരെ വിളിച്ച് വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കാന്ന് വെച്ചാൽ ഫീസ് കിട്ടണ്ടേ? അതെ അതെ അതെ. അല്ല, ഈ പ്രശ്നം ഉണ്ടല്ലോ, പോകാനൊരു ഇടമില്ലായ്മയാണ്. പോകാനിടമില്ലായ്മ എപ്പോഴും ഉണ്ട്. ഇനി പോയാൽ തന്നെ അവർക്ക് പുതിയൊരു ഭർത്താവ് വേണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതാവശ്യങ്ങളില്ലേ? ഉണ്ടാവാൻ പറ്റുമോ? അതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇതൊരാളുടെ കാര്യമല്ല, ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഇത് ഒരു സമൂഹത്തിന്റെ കാര്യമാണ്. ഈ കവിതയിൽ വരുന്ന പോക്കടമില്ലാത്തൊരു സ്ത്രീലോകം അല്ലേ അതിനകത്ത്? ഗ്രാമത്തിൽ അങ്ങനെയാണ് കൂടുതൽ. ഗ്രാമത്തിൽ എനിക്കറിയാവുന്ന, പക്ഷെ അവരാരും അങ്ങനെ പോകാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ഇല്ലില്ല, അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അതല്ലേ കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് തിരികെ വരുന്ന അമ്മയെ ഞങ്ങൾ അവർ ഒരു പ്രാവശ്യം അങ്ങനെ ഇറങ്ങുമായിരിക്കും, പിന്നെ അവർ പോകുകയില്ല. കാരണം അവർക്കറിയാം പിന്നെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരെ ഇവിടെ തന്നെ നിന്ന് ഇടികൊള്ളുകയോ അല്ലെങ്കിൽ അവർ കളിയാക്കപ്പെടുകയുള്ളൂ. അതെ, എന്തെങ്കിലും തരത്തിൽ അവർ അതിജീവിക്കുകയുള്ളൂ. അങ്ങനെ അതിജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ല ഡിവോഴ്സ് ആയി പോകും. നമ്മൾ ഈ അതിജീവിക്കുന്നതെല്ലാം തന്നെ സഹിച്ചുകൊണ്ടാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ സ്ത്രീകൾ കുടുംബത്തിൽ അതിജീവിക്കുന്നത് പലപ്പോഴും സഹിച്ചുകൊണ്ടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അങ്ങനെയാണ് ജീവിതം വിജയിപ്പിച്ചു എന്ന് പറയുന്നത്. അതെ അതെ അല്ലേ? അല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് അങ്ങനെ പോകില്ല. കാരണം ഈ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുമ്പോൾ ഒരാളൊരു ഭാര്യ ഒരാളൊരു ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ അത് സുസ്ഥിരമായിട്ടൊന്നും എപ്പോഴും മുന്നോട്ട് പോകണമെന്നില്ല. ബുദ്ധിമുട്ടാണ്. നമ്മൾ കഠിനമായ ശ്രമങ്ങൾ നടത്തിയാലേ അതൊക്കെ ഒരുമിച്ച് പോവുള്ളൂ, അല്ലേ? അതെക്കാലത്ത് ഒരുപോലെ പോകണമെന്നുമില്ല. ഇപ്പോഴത്തെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം കല്യാണം കഴിച്ചു ഡിവോഴ്സായി, വേറെ കല്യാണം കഴിച്ചു ഡിവോഴ്സായി, ഇത് വേറെ തരത്തിലുള്ള ഒരു ലോകാവസ്ഥ കൂടിയുണ്ട് അതിനകത്ത്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ എസ് ജോസഫിൻ്റെ കവിതയിലേക്ക് പ്രവേശിച്ചുള്ളൂ. കവിതയുടെ ഒരു വിശാലമായ ലോകം തന്നെ നമ്മൾ പിന്നീട് വന്ന എഴുത്തിൻ്റെ മാറ്റമൊക്കെ ഉണ്ട്. അത് മറ്റൊരു ചർച്ചയിലാവാം. ഏതായാലും ഈ കവിത എഴുത്ത് പോലെ തന്നെ പ്രധാനമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇടപെടൽ. അപ്പോൾ അത് തുടരട്ടെ. ഏതായാലും ഇത്ര സമയം സംസാരിക്കാൻ കഴിഞ്ഞു. നന്ദി. താങ്ക് യു.